ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വൺസ് നമ്മൾ ഷുഗർ പ്രത്യേകിച്ചും ഡയബറ്റിക് നമുക്ക് കാണിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും, നമുക്ക് അതിനകത്തു നിന്നും ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് ചിലരങ്ങനെ പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ഉണ്ട്, അപ്പോൾ എനിക്ക് ഡയബറ്റിക് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും കാരണമല്ല. കാരണമാക്കി മാറ്റുന്ന ആരാണ്? നമ്മളാണ്. ചുമയ്ക്ക് വേണ്ടി നമ്മളൊരു മരുന്ന് കഴിക്കുന്നു, അപ്പോൾ ചുമ മാറുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്. എപ്പോഴാണ് പിന്നെ നമ്മൾ ചുമ മാറുന്നു എന്ന് പോലും? ചുമ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കും? ഇല്ല. അപ്പോൾ അത് ചുമ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നു. ഡയബറ്റിക്കിന് മരുന്ന് നിങ്ങൾ 1 വർഷം കഴിക്കുന്നു. 1 വർഷം കഴിച്ച് ഡയബറ്റിക് റിവേഴ്സ് ആയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം? മരുന്ന് കുറയണം, അല്ലെങ്കിൽ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ യഥാർത്ഥത്തിലൂടെ യഥാർത്ഥത്തിൽ ഡയബറ്റിക് റിവേഴ്സ് ആവുന്നുണ്ടോ? ഇത് വന്നതിൻ്റെ റീസൺ 100% നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ്. അതിനകത്ത് എല്ലാം വരാം കേട്ടോ. അതിനകത്ത് സ്ട്രെസ്സ് വരാം, അതിനകത്ത് നമ്മുടെ ജീവിതശൈലികൾ വരാം, സ്ലീപ്പിംഗ് പാറ്റേൺ വരാം, ഫുഡ് ഹാബിറ്റ്സ് വരാം, ഡ്രിങ്കിങ് പ്രോബ്ലംസ് ഉണ്ട്, ഒത്തിരി പ്രശ്നമുണ്ട്. ഇതിനെ റിവേഴ്സ് ചെയ്യാതെ നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാര്യം? അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തുകൊണ്ട് വരുന്നു? സ്ത്രീകൾക്കും വരുന്നുണ്ട്. എന്തുകൊണ്ട് വരുന്നു? മദ്യപിച്ചിട്ടല്ല വരുന്നത്. അവർക്ക് എന്തുകൊണ്ട് വരുന്നു? അവർക്ക് നമ്മുടെ ചുറ്റും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്നു. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മളൊരു മന്തി കഴിക്കുന്നു. മന്തി കഴിക്കുന്നേക്കാളും പ്രശ്നം എന്താണ്? ഓയിലിൽ മുക്കിയ ചോറ് കഴിക്കുന്നത്. യൂത്തിന് മന്തിയിലേക്കുള്ള അട്രാക്ഷൻ എന്താണ്? അൺലിമിറ്റഡ് റൈസാണ്. യഥാർത്ഥത്തിൽ മന്തിയേക്കാളും വലിയ പ്രശ്നം അവിടെ കിട്ടുന്ന അൺലിമിറ്റഡ് റൈസാണ്, അതിലുള്ള ഓയിലാണ്. ഇപ്പൊ കാക്കനാടേക്ക് പോയാൽ ഉച്ചക്കത്തെ 12 മണിയേക്കാളും ഓണാണ് രാത്രിയിലത്തെ 12. വൈകിട്ടത്തെ 3 മണിയുടെ 10 ഇരട്ടി ഓണാണ് വെളുപ്പിനത്തെ 3 മണി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു സർവേ എടുത്തോളൂ, നിങ്ങൾ ഓപ്പൺ സർവേ എടുത്തോളൂ. അവിടെയുള്ള ഒരു 21 മുതൽ 40 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിൽ 80% പെൺകുട്ടികൾക്കും പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇഷ്യൂസ് ആയിരിക്കും. 80%. ആ 80% ആണ് രാത്രിയിൽ റോഡിലുള്ളത്. അത് അവർക്ക് അറിയുന്നില്ല. പീരീഡ്സ് അബ്നോർമൽ ആകുമ്പോൾ ഞാൻ കഴിച്ച മന്തിയുടെ ആണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവില്ല. സോ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഓൾവേസ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ പരിഹരിക്കപ്പെടുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴിയാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഡോക്ടർ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതെല്ലാം നമ്മുടെ തന്നെ ലൈഫ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ അതനുസരിച്ചാണ് ചിലർക്ക് അത്രയും ഏർലി വരും, ചിലർക്ക് കുറച്ചും കൂടെ ലേറ്റ് സ്റ്റേജിലേക്ക് വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ജീവിക്കുന്ന രീതി, അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? പക്ഷെ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വൺസ് നമ്മൾ ഷുഗർ പ്രത്യേകിച്ചും ഡയബറ്റിക് നമുക്ക് കാണിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും, നമുക്ക് അതിനകത്തു നിന്നും ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് ചിലരങ്ങനെ പറയുന്നു. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, എനിക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നു എന്ന് വെക്കുക, പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ തെറ്റുകൾ എന്താണ്, എൻ്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ നല്ല രീതിയിൽ എൻ്റെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ് എനിക്ക് നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. പക്ഷേ ഞാൻ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങളാണ്. അതിന് ചിലപ്പോൾ ഈ പറയുന്ന ഹെറിഡിറ്ററി, അതായത് പാരമ്പര്യമായിട്ടുള്ള നമ്മളുടേത് റിസ്ക് ഫാക്ടറായി മാറാം, സാധ്യതകളായി മാറാം, കാരണങ്ങളല്ല. എപ്പോഴും ഞാൻ പറയുന്നതാണ്, അത് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിക് ഉണ്ട്, അപ്പോൾ എനിക്ക് ഡയബറ്റിക് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും കാരണമല്ല. കാരണമാക്കി മാറ്റുന്ന ആരാണ്? നമ്മളാണ്. നമ്മളുടെ കയ്യിലിരിപ്പാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നത്, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നത്, നമ്മളുടെ കുറേയധികം ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൊണ്ടൊക്കെയാണ് നമുക്ക് പലപ്പോഴല്ല എല്ലാ സമയത്തും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് വരുന്നത്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൻ്റെ പരിഹാരം എപ്പോഴും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമാണ്. ഇപ്പോൾ ഷുഗറുള്ള ഒരാൾ, ഡയബറ്റിക് ഉള്ള ഒരാൾ, ടൈപ്പ് 2 ഡയബറ്റിക് ആണ് നമ്മൾ കൂടുതലും നമ്മളുടെ ചുറ്റും കണ്ടുവരുന്നത്. അതാണ് നമ്മളുടെ ജീവിതശൈലി കൊണ്ടുവരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റിക് ഉള്ള ഒരാളുടെ ഡയബറ്റിക് മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് മാറിയതായിട്ട് നമുക്കറിയാവോ? നമുക്കറിയത്തില്ല, അല്ലേ? ഇപ്പം മെറ്റ്ഫോർമിൻ 1 നേരം കഴിക്കുന്ന ആള് മെറ്റ്ഫോർമിൻ 2 നേരം കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിൻ 1 നേരം ആവും, ഇൻസുലിൻ 2 നേരം ആവും, ഇൻസുലിൻ്റെ യൂണിറ്റ് കൂടിയിരിക്കും. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ ഡയബറ്റിക്കിൻ്റെ മരുന്ന് കഴിക്കുന്നതിലൂടെ ഡയബറ്റിക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മളുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമാണ്, അല്ലേ? നമ്മളൊരു മരുന്ന് കഴിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തിനാണ് നമ്മൾ മരുന്ന് മാറ്റുന്നത് അല്ലെങ്കിൽ മരുന്ന് കൂട്ടുന്നത്? ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡയബറ്റിക് കൂടുന്നു എന്നുള്ളതാണ്. കറക്റ്റ്. അപ്പോൾ മെറ്റ്ഫോർമിൻ രാവിലെയും വൈകിട്ടും കഴിക്കുന്നു,
എനിക്ക് FPS ഒരു 95-100 ഒക്കെയാണ്, HbA1c ഒരു 5 ആണ്, 5.5 ആണ് എന്നൊക്കെ പറയും. കുറേ നാൾ ഒരേ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ HbA1c 6.5 7 ഒക്കെ ആവും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 130 ഒക്കെ ആയി വരുമ്പോൾ നമ്മൾ പറയും എന്നാൽ മെഡിസിൻ ഒന്ന് മാറ്റിയേക്കാന്ന് പറയും. ഇതിൻ്റെ അളവ് കൂട്ടുന്നു. അങ്ങനെ ഈ മരുന്നിൽ നിൽക്കാൻ സമയത്ത് നമ്മൾ പയ്യെ ഒരു നേരം ഇൻസുലിനും ഒരു നേരം മരുന്നും ഒക്കെ ആയി മാറുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് ഈ മരുന്നുകൾ കൊണ്ട് ഈ രോഗത്തെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലേ? റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ മരുന്ന് നിർത്തണ്ടേ നമ്മൾ? രമ്യ ചേച്ചിക്ക് ഒരു ചുമയുണ്ട്, ചുമയ്ക്ക് വേണ്ടി നമ്മളൊരു മരുന്ന് കഴിക്കുന്നു, അപ്പോൾ ചുമ മാറുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്. എപ്പോഴാണ് പിന്നെ നമ്മൾ ചുമ മാറുന്നു എന്ന് പറയും? ചുമ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കുമോ? ഇല്ല. അപ്പോൾ അത് ചുമ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നു. ഡയബറ്റിക്കിന് മരുന്ന് നിങ്ങൾ 1 വർഷം കഴിക്കുന്നു. 1 വർഷം കഴിച്ച് ഡയബറ്റിക് റിവേഴ്സ് ആയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം? മരുന്ന് കുറയണം, അല്ലെങ്കിൽ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഡയബറ്റിക് റിവേഴ്സ് ആവുന്നുണ്ടോ? ഇല്ല. ഡയബറ്റിക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വാക്ക്. കറക്റ്റ്. ഇതിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമ്മൾ ഈ രോഗത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ബേസിക് കാരണം, റീസണിലേക്ക് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇത് വന്നു? ഇത് വന്നതിൻ്റെ റീസൺ 100% നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ്. അതിനകത്ത് എല്ലാം വരാം കേട്ടോ. അതിനകത്ത് സ്ട്രെസ്സ് വരാം, അതിനകത്ത് നമ്മുടെ ജീവിതശൈലികൾ വരാം, സ്ലീപ്പിംഗ് പാറ്റേൺ വരാം, ഫുഡ് ഹാബിറ്റ്സ് വരാം, ഡ്രിങ്കിങ് പ്രോബ്ലംസ് ഉണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതിനെ റിവേഴ്സ് ചെയ്യാതെ നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഇതിനെ നിങ്ങൾ കഴിച്ച് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മരുന്ന് കുറയ്ക്കാൻ പറ്റും. രാവിലെയും വൈകിട്ടും ഒരു ഇൻസുലിനോ മെറ്റ്ഫോർമിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ഇന്ന് തൊട്ട് നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്തോളൂ, നിങ്ങളുടെ എല്ലാ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെയല്ല. നമ്മൾ നമ്മളുടെ ശരീരത്തെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് മരുന്നിൻ്റെ സപ്പോർട്ടിലേക്ക് ശരീരം പോകുന്നത്. വളരെ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു 4 അടി പൊക്കമുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കയറണം. നമ്മൾ തന്നെ 4 അടി സ്റ്റെപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു ദിവസം നമ്മൾ കൊണ്ട് ആ 4 അടി സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് ഒരു 2 അടിയിൽ ഒരു സ്റ്റെപ്പ് കൊണ്ടുവെക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ സ്റ്റെപ്പ് ചവിട്ടി നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലോട്ട് പോകും. അല്ലേ? 1 വർഷം ആ സ്റ്റെപ്പ് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ആ സ്റ്റെപ്പ് എടുത്ത് മാറ്റിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കത്തില്ലേ, ആ സ്റ്റെപ്പ് വേണം എനിക്ക്, ആ സ്റ്റെപ്പിൽ ഞാൻ കംഫർട്ടായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് എന്നുള്ളത്. ഇതേ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ചുറ്റും, പ്രത്യേകിച്ച് ഡയബറ്റിക്കിൻ്റെ കേസുകളിൽ ഞാൻ കണ്ടുവരുന്നത്. ഒന്ന്, നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യമോ സമയമോ ഇല്ലാത്തടത്താണ് 90% ആൾക്കാർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതശൈലി കൊണ്ട്, നമ്മുടെ ഭക്ഷണത്തിലെ വളരെ ചെറിയ ക്രമീകരണങ്ങൾ കൊണ്ട് 100% റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് ഒരാവശ്യവുമില്ലാതെ നമ്മൾ മെഡിസിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത്. മെഡിസിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 4 അടി പൊക്കമുള്ള സ്റ്റെപ്പ് തന്നെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നമ്മൾക്ക്, ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്ത നമുക്ക് വെറുതെ 2 അടിയിൽ ഒരു സ്റ്റെപ്പ് വെച്ച് തരികയാണ്. അപ്പോൾ ശരീരത്തിന് വട്ടില്ലല്ലോ 2 അടി സ്റ്റെപ്പ് കാണാതെ 4 അടിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പിൽ ചവിട്ടും, ആ ചവിട്ടി മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരീരത്തെ പറഞ്ഞ് പഠിപ്പിക്കണം. അതായത് ഈ സ്റ്റെപ്പിൽ നിങ്ങൾ കയറാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ കയറാതെ പോകുന്നതാണ് നല്ലത് എന്ന് ശരീരത്തെ ട്രെയിൻ ചെയ്യിക്കാനാണ് കുറച്ച് മെഡിസിൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് അവരെ കാണിക്കുന്നത്. മോഡിഫൈ ചെയ്ത് കാണിച്ച് കഴിയുമ്പോൾ മെഡിസിൻ കുറഞ്ഞു കഴിഞ്ഞും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡയബറ്റിക് കൺട്രോൾ ആവുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെപ്പ് എടുത്ത് മാറ്റാൻ പറ്റും, നമുക്ക് ആ മരുന്നെടുത്ത് മാറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ പറ്റില്ല, ഇല്ലെങ്കിൽ ബോഡി നിൽക്കും, ബോഡി സ്റ്റക്കാവും. അപ്പം ഇതൊരു ട്രെയിനിങ് ആണ്, ഇതൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ഭാഗമാണ്. ഈ ജീവിതശൈലി, ഏത് ജീവിതം, നിങ്ങളുടെ ചുറ്റുള്ള ഏത് ജീവിതശൈലി, ഫാറ്റി ലിവർ ആയിക്കോട്ടെ. നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ ചുറ്റുമുള്ള പ്രത്യേകിച്ച് പുരുഷന്മാരിൽ 73% കൂടുതൽ ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് പഠനങ്ങൾ വരുന്നത്. അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തുകൊണ്ട് വരുന്നു? സ്ത്രീകൾക്കും വരുന്നുണ്ട്. എന്തുകൊണ്ട് വരുന്നു? മദ്യപിച്ചിട്ടല്ല വരുന്നത്. അവർക്ക് എന്തുകൊണ്ട് വരുന്നു? അവർക്ക് നമ്മുടെ ചുറ്റും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമില്ല, ഇപ്പോൾ നമ്മളൊരു മന്തി കഴിക്കുന്നു, മന്തി കഴിക്കുന്നേക്കാളും പ്രശ്നം എന്താണ്? ഓയിലിൽ മുക്കിയ ചോറ് കഴിക്കുന്നതാണ്. യൂത്തിന് മന്തിയിലേക്കുള്ള അട്രാക്ഷൻ എന്താണ്? അൺലിമിറ്റഡ് റൈസാണ്. യഥാർത്ഥത്തിൽ മന്തിയേക്കാളും വലിയ പ്രശ്നം അവിടെ കിട്ടുന്ന അൺലിമിറ്റഡ് റൈസാണ്, അതിലുള്ള ഓയിലാണ്.
നമുക്ക് ഉപയോഗിക്കാനോ നമുക്ക് പറയാനോ പറ്റാത്ത തരത്തിലുള്ള പല ഈ പറഞ്ഞ ഫാറ്റ് കണ്ടന്റുകൾ ഉപയോഗിച്ചാണ് പല റൈസുകളും വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് പ്രശ്നം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കാക്കനാടേക്ക് പോയാൽ ഉച്ചയ്ക്കത്തെ 12 മണിയേക്കാളും ഓണാണ് രാത്രിയിലത്തെ 12. അതെ, വൈകിട്ടത്തെ 3 മണിയുടെ 10 ഇരട്ടി ഓണാണ് വെളുപ്പിനത്തെ 3 മണി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു സർവേ എടുത്തോളൂ, നിങ്ങൾ ഓപ്പൺ സർവേ എടുത്തോളൂ. അവിടെയുള്ള ഒരു 21 മുതൽ 40 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിൽ 80% പെൺകുട്ടികൾക്കും പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇഷ്യൂസ് ആയിരിക്കും. 80%. ആ 80% ആണ് രാത്രിയിൽ റോഡിലുള്ളത്. അത് അവർക്ക് അറിയുന്നില്ല. പീരീഡ്സ് അബ്നോർമൽ ആകുമ്പോൾ ഞാൻ കഴിച്ച മന്തിയുടെ ആണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവില്ല. പക്ഷെ 100% PCODയും ഫാറ്റി ലിവറും ഈ പറഞ്ഞ ഡയബറ്റിക്കും ഈ പറഞ്ഞ ഹൈ കൊളസ്ട്രോളും എല്ലാം നിങ്ങളുടെ ജീവിതശൈലി കൊണ്ട് വരുന്നതാണ്. അത് നിങ്ങൾ ഇവിടെ പരിഹരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അസുഖം നമുക്കുണ്ടെന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവരും പറയും, ഓക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ ആദ്യത്തെ മുളയിലേ നുള്ളിയാൽ അത് ഈസി ആയിട്ട് മാറ്റാം, സോ ഡയബറ്റിക് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ പോയി മരുന്നെടുത്തോളൂ, അപ്പോൾ പെട്ടെന്ന് അതങ്ങ് നമുക്ക് നിർത്താമല്ലോ എന്ന് പറയും. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ വേരിയേഷൻ കാണുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്നതാണോ നല്ലത്, അതോ ഫസ്റ്റ് നമ്മൾ ചെറിയ വേരിയേഷൻ ഉള്ളെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ആദ്യം ഒരു മാറ്റം കൊണ്ടുവരാൻ നോക്കുക, എന്നിട്ടും നടന്നില്ലെങ്കിൽ മാത്രം നമ്മൾ മരുന്നിൻ്റെ ഒരു ഹെൽപ്പ് എടുക്കുകയാണോ വേണ്ടത്? 100% അങ്ങനെയാണല്ലോ. ഇപ്പോൾ HbA1c ഒക്കെ ഒരു 6 നിൽക്കുന്നു, ഒരു പ്രീ ഡയബറ്റിക് സ്റ്റൈലാണെങ്കിൽ 6.5 നിൽക്കുന്നു. FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഈ പറയുന്ന എന്താ പറയുക ഒരു 100 നിൽക്കുന്നു, അല്ലെങ്കിൽ 110 120 നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റിവേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഓക്കെ. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പഠിക്കും. ഓക്കെ. നമ്മളവരോട് പറയും ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കാൻ പറയും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് പറയുന്നത്. ശരീരം എത്രമാത്രം ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇവരിത് ചെയ്ത് കഴിഞ്ഞ് 100% ഇവർക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് അവരുടെ ബോഡിക്ക്. നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഒരാൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്, അയാളോട് ഒത്തിരി നാളൊന്നും വേണ്ട. അയാളോട് കൃത്യം 1 മന്ത്, കറക്റ്റ്ലി 1 മന്ത് ഒരു ഡയറ്റും പ്രോപ്പറായിട്ടുള്ള എക്സസൈസും ചെയ്ത് നോക്കി അയാൾക്ക് ആ ചേഞ്ച് വരുന്നില്ലെങ്കിൽ ലെറ്റ് ഹിം ഗോ ഫോർ ദ മെഡിസിൻസ്. ഓക്കെ. അത് നമ്മളുടെ ശരീരത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത് ശരീരത്തെ കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. പിന്നെ മുളയിലെ നുള്ളിക്കളയുക എന്നുള്ള വാക്കിന് തെറ്റല്ലേ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലെ പോയി മരുന്ന് കഴിച്ചു, പിന്നെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാൽ ആയും ഓക്കെ. ഞാൻ കാണുന്ന 99% ആൾക്കാരും മരുന്ന് സ്റ്റോപ്പ് ചെയ്തവരല്ല, അവർ മരുന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് അല്ലേ. ഞാൻ പറയുന്നില്ല, ചില ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിന് ഡോക്ടർമാർ വരെ പറയുന്നത് കേട്ടിട്ടില്ലേ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഇയാൾ എൻ്റെ പേഷ്യൻ്റാണ്. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഞാൻ പറയുന്നത് ഒരു സിവിയർ ഇഷ്യൂവോ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്, ഫാറ്റി ലിവർ, PCOD, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 100% നിങ്ങളുടെ പ്ലേറ്റാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ്. അതിനെ 10 വർഷമായിട്ടും 15 വർഷമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്ടർമാർ ഒരു ഐഡിയൽ ഡോക്ടർമാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ അവരുൾപ്പെടെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു രോഗമല്ല ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഓക്കെ. ഇപ്പം നമ്മൾ ഇൻ കേസ് ഒരു ടാബ്ലറ്റ് എടുത്ത് തുടങ്ങിയെങ്കിൽ പോലും നമുക്ക് സ്വയം നല്ല ബോധമുണ്ട്, എൻ്റെ ഹെൽത്ത് എങ്ങനെ പോകണം, എൻ്റെ ശരീരം എങ്ങനെയാണ്, വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത്, ആ തിരിച്ചറിവെല്ലാം കിട്ടി ഞാൻ പിന്നെ നേർവഴിക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പിന്നെ എൻ്റെ ടാബ്ലറ്റ് അവിടെ നിർത്താൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ പോകുമ്പോഴും നമ്മൾ അതിനകത്തൊരു ജേണി കണ്ടുപിടിക്കണം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഡയബറ്റിക്കിൻ്റെ മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് ഞാൻ എൻ്റെ ഭക്ഷണം നോക്കുന്നു, ജിമ്മിൽ പോകുന്നു എന്നുള്ളതുകൊണ്ട് നാളെ തൊട്ട് എൻ്റെ എല്ലാ മരുന്നുകളും സ്റ്റോപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കരുത്. ഓക്കെ. യു നീഡ് എ ഡോക്ടർ. ഓക്കെ. ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ഡോക്ടറെ ആ മരുന്നുകൾ കുറച്ച് കൊണ്ടുവരാൻ പറയും. മരുന്നുകൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ ശരീരത്തിൽ അതുപോലെ തന്നെ നമ്മളുടെ പാരാമീറ്റേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. ആ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് പയ്യെ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഡയബറ്റിക് ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ് ആൾക്കാർ. കണ്ടിട്ടില്ലേ, വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. അതൊക്കെ വളരെ ഈസി ആയിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് പരിഹരിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി 100% റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓവർ വെയ്റ്റ്, ഒബേസിറ്റി, മരുന്നുകൾ അവൈലബിൾ ആണ്. എന്തിനു മരുന്നുകൾ കഴിക്കുന്നു?
സപ്ലിമെന്റ്സ് അല്ല, സപ്ലിമെന്റ്സ് കഴിച്ചോണ്ടേ, സപ്ലിമെന്റ്സ് അല്ലാത്ത മരുന്നുകൾ അവൈലബിൾ ആണ്. എന്തിനു കഴിക്കുന്നത്? വിശപ്പ് കുറയ്ക്കാൻ. എത്ര നാൾ നിങ്ങൾ വിശപ്പ് കുറച്ചുകൊണ്ട് മരുന്ന് കഴിക്കും? എത്ര നാൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇത് ബെയർ ചെയ്യാൻ പറ്റും? നമ്മളെല്ലാവരും മാസം 25,000-35,000 രൂപയുടെ മരുന്ന് എല്ലാ മാസവും ഈ പറയുന്ന കഴിക്കാൻ പറ്റുന്നവരാണോ? അങ്ങനെ ആണെങ്കിൽ തന്നെ അവർക്ക് ഇത് ആവശ്യമുണ്ടോ? ഇനി അങ്ങനെ ആയവര് 25,000-30,000 ഒന്നും വേണ്ടെന്നേ, 2,000-3,000 രൂപ ഡയറ്റ് നോക്കിയാൽ പോരെ. ഈ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, സാലഡ്സ്, നമുക്ക് ചുറ്റുമുള്ള മില്ലറ്റ്സ്, നമ്മൾ എന്താണോ ശരീരത്തിന് നീഡഡ് ആയിട്ടുള്ളത് അതിലൂടെ അവർക്കത് ചെയ്യാൻ പറ്റും. സോ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഓൾവേസ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ പരിഹരിക്കപ്പെടുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴിയാണ്. അത് നമ്മളുടെ തീരുമാനമാണ്. അത് തീരുമാനിച്ചാൽ ഈ പറയുന്ന ഇതെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.